കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തി തരും. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തി തരും. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോട് കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിന്നോട് കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. ഈച്ചുള്ള സിംഹക്കുഴി ഒട്ടക്കിണർ മരുഭൂമി ജയിലറയിച്ചവളോ മരണമോ വന്നിടട്ടെ. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോട് കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിന്നോട് കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. ലോകം പകച്ചിടട്ടെ, ലോകർ തഴയിച്ചിടട്ടെ, ശോകങ്ങൾ പെരുകിടട്ടെ, ഗോൽഗോഥാനാഥനുണ്ട്. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോട് കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിന്നോട് കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് 1 പത്രോസ് 1-ാം അധ്യായം 6-ാം വാക്യത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളിപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. ഒരിക്കൽ ഒരാൾ തൻ്റെ സ്നേഹിതനോട് തൻ്റെ പട്ടണത്തിലുള്ള ഒരു മിഷണറിയുടെ സമർപ്പണ ജീവിതം തന്നെ വല്ലാതെ അസ്വസ്ഥനാക്കി ഇരിക്കുന്നു എന്ന് ഓർപ്പിക്കുകയുണ്ടായി. മിഷണറിയുടെ സമർപ്പണ ജീവിതം തന്നെ വല്ലാതെ അസ്വസ്ഥനാക്കുക മാത്രമല്ല തൻ്റെ മുന്നോട്ടുള്ള സുഖസൗകര്യങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള കുടുംബജീവിതം ഇതെല്ലാം എങ്ങനെയാണ് തനിക്ക് ലഭ്യമാകുന്നതെന്ന് ഉള്ളൊരു വിഷയം താൻ ആകുലത ചിന്ത അറിയിക്കുകയുണ്ടായി. മാത്രമല്ല സാധുക്കളുമായി അവഗണിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ പോയി പ്രവർത്തിക്കുകയും അവരെ ക്രിസ്തുവിന് വേണ്ടി നേടിയെടുക്കുക സാധിക്കുന്നു. തെക്കേ അമേരിക്കയിലെ സാധുവർഗക്കാരുടെ ഇടയിലെ പ്രവർത്തനങ്ങൾ 20 വർഷങ്ങൾ തികച്ച ശേഷം വൈദ്യസഹായത്തിനായി നാട്ടിലെത്തി. സൗഖ്യം പ്രാപിച്ചാൽ ഉടനെ വീണ്ടും പ്രവർത്തന രംഗത്തേക്ക് പോകാൻ താല്പര്യപ്പെട്ടു. കർത്താവിന് വേണ്ടി ഇത്രയധികം കഷ്ടനഷ്ടങ്ങൾ സഹിക്കാൻ ഇടയായതിൽ വല്ല ദുഃഖവും തോന്നുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടി ഇപ്രകാരമായിരുന്നു: പ്രവർത്തനകാലം ചുരുക്കമാണല്ലോ എന്ന് വെച്ചാൽ സ്വർഗത്തിലെ നിത്യ സേവനത്തിനുള്ള ചുരുങ്ങിയ അഭ്യസന കാലമാണ് നമുക്ക് ലഭിക്കുന്ന ഭൂമിയിലെ പ്രവർത്തന രംഗം. ക്രിസ്തീയ പ്രവൃത്തികൾക്ക് ഈ ഭൂമിയിൽ ഒരുപക്ഷെ പ്രവർത്തന സമയം ലഭിക്കുന്ന വളരെ തുച്ഛമായ ശമ്പളമാണെങ്കിലും സേവനശേഷമുള്ള പെൻഷൻ പദ്ധതി വളരെ വലുതാണ്. അത് നിത്യതയിൽ ചെല്ലുമ്പോൾ മാത്രമേ അതിൻ്റെ ഘനം എത്ര വലുത് എന്നറിയുള്ളൂ. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്: കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യതേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല. പ്രിയ ശ്രോതാക്കളെ, വിശേഷാൽ ആത്മീയ വയലിൽ വേല ചെയ്യുന്ന സാക്ഷാൽ സുവിശേഷകരെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ മറുപടിയായി ചെയ്തു തീർക്കുവാൻ ഉത്സാഹിപ്പിക്കുക. കലപ്പിക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നതല്ല. പ്രതിഫലം നോക്കാതെ അരുമനാഥൻ ഏൽപ്പിച്ച ശുശ്രൂഷ മറുപടിയായി നിവർത്തിപ്പാൻ ആര് തയ്യാറാണോ അവർക്ക് വേണ്ടി സ്വർഗത്തിൽ പെൻഷൻ തുക വലുതായിരിക്കും. എന്നാൽ മറിച്ച് സുവിശേഷ വേല എന്ന പേര് പറഞ്ഞ് ജനങ്ങളെ കളിപ്പിച്ചും ദൈവത്തെ പറ്റിച്ചും കോടികൾ സമ്പാദിക്കുന്ന കപട സുവിശേഷകന്മാരെ ദൈവം സ്വർഗരാജ്യത്തിൻ്റെ അടുത്ത് പോലും എത്തിക്കുകയില്ല.
ബുദ്ധിയില്ലാത്ത 5 കന്യകമാർക്ക് കേൾപ്പാനിടയായതുപോലെയായിരിക്കും ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല എന്നുള്ള വാക്ക്. അതുപോലെ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഉചിതമായിരിക്കും. ഒടുവിൽ കേൾപ്പാനിടയായത്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീൻ. സ്മർന്നയിലെ പോളികാർപ്പിനെക്കുറിച്ച് പലരും കേട്ടിരിക്കാം. സ്മർന്നയിലെ ഒരു ക്രിസ്ത്യൻ ബിഷപ്പായിരുന്നു താൻ. രക്തസാക്ഷിയായിട്ടാണ് മരിച്ചത്. ഇറേനിയസും തെർത്തുല്യനും പറയുന്നത് ഇദ്ദേഹം അപ്പോസ്തലനായ യോഹന്നാൻ്റെ ശിഷ്യനായിരുന്നുവെന്നാണ്. തൻ്റെ വിശ്വാസം തള്ളിപ്പറഞ്ഞാൽ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാം, അതല്ലെങ്കിൽ മരണമായിരിക്കും. തൻ്റെ അവസാന വാക്കുകൾ ഇപ്രകാരമായിരുന്നു: കഴിഞ്ഞ 86 വയസ്സുവരെ എനിക്ക് ഒരു ദോഷവും ചെയ്യാത്ത എൻ്റെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശുവിനെ തള്ളിപ്പറഞ്ഞതിൽ ഭേദം മരിക്കുന്നതാണ്. ആ വലിയ വിറക് കൂമ്പാരങ്ങൾ നിർത്തി തീ കൊളുത്തി കൊല്ലുവാനായിരുന്നു വിധി. എന്നാൽ അതിൽ ഭയപ്പെടാതെയും റോമാ സർക്കാരിൻ്റെ കിരാതമായ ശിക്ഷയെ ഭയപ്പെടാതെ ദൈവത്തിന് വേണ്ടി ധീരതയോട് നിന്ന് പോളികാർപ്പിനെ പോലെ ധീരപോരാളികളായി ക്രിസ്തുവിൻ്റെ വേല ചെയ്ത് തിരിച്ചെടുപ്പാൻ ഏവർക്കും കൃപ തരട്ടെ. പോളികാർപ്പിൻ്റെ പ്രസിദ്ധമായ ഒരു ദൈവവചനമാണ് എഫേസ്യർ 2:8 രേഖപ്പെടുത്തിയിരിക്കുന്നത്: കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. AD 69 ജനിച്ച പോളികാർപ്പ് AD 155 86-ാമത്തെ വയസ്സിൽ രക്തസാക്ഷിയായി മരിച്ചു. അപ്പോസ്തലനായ യോഹന്നാൻ ഒഴികെ യേശുവിൻ്റെ മറ്റ് എല്ലാ ശിഷ്യന്മാരും വിവിധ രീതിയിൽ രക്തസാക്ഷിത്വം വഹിച്ചു എന്ന് ചരിത്രം പറയുന്നുണ്ട്. ഈ ഭൂമിയിൽ നമുക്ക് ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ ലഭിക്കുന്ന നാളുകൾ വളരെ ചുരുക്കമാണ്. ആകയാൽ പകലുള്ള കാലത്തോളം ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്തു തീർപ്പാൻ ഏവർക്കും കൃപ ചെയ്യട്ടെ. സത്യത്തിൻ്റെ സാക്ഷികളായി തീരാം. സമ്പാദിക്കുവാൻ വേണ്ടി സുവിശേഷ വേല കണ്ടെത്തുന്നവർ ഒടുവിൽ ലജ്ജിതരായി നിത്യശിക്ഷാവിധിയിൽ അകപ്പെടുമെന്ന് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഓർപ്പിക്കുകയാണ്. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളിക്ക് ഓഹരിക്കാരായി തീരുവാൻ ദൈവമായ കർത്താവ് ഏവരുടെയും ജീവിതത്തിൽ കൃപ ചെയ്യുമാറാകട്ടെ. തിരുവചന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.